സിംഹവും നായയും തമ്മിലുള്ള ഒരു കഥ. ഒരിക്കൽ ഒരു നായ കാട്ടിൽ വെച്ച് വഴിതെറ്റിപ്പോയി. അപ്പോൾ ഒരു സിംഹം തൻ്റെ നേരെ വരുന്നത് കണ്ട് നായയുടെ ശ്വാസം നിലച്ചു. ഇന്ന് തൻ്റെ കഥ കഴിയുമെന്ന് നായയ്ക്ക് ഉറപ്പായി. അന്നേരം അതാ തൻ്റെ മുമ്പിൽ ചില എല്ലുകൾ കിടക്കുന്നത് അവൻ കണ്ടു. അടുത്തു വരുന്ന സിംഹത്തിന് നേരെ മുതുക് തിരിഞ്ഞിരുന്ന് സിംഹത്തിനെ തിന്നുന്നതിൻ്റെ രസമൊന്ന് വേറെയാണ് എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ഉണങ്ങിയ എല്ലുകൾ ഉറിഞ്ചിക്കുടിക്കാൻ തുടങ്ങി. കൊള്ളാം, ഒന്നുകൂടി കിട്ടിയാൽ ഇന്നത്തെ വിരുന്ന് കുശാൽ, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സിംഹം ചിന്തയിൽ മുഴുകി. സിംഹം ചിന്തിച്ചു, ഹോ, സിംഹത്തെ വേട്ടയാടുന്ന നായയാണോ ഇത്? ഇവിടെ നിന്ന് ഓടിപ്പോകുന്നതാണ് നല്ലത്. സിംഹം പിന്തിരിഞ്ഞോടിയതും ഇത് സിംഹവുമായി ചെങ്ങാത്തം കൂടാൻ പറ്റിയ അവസരമാണെന്ന് മനസ്സിലാക്കിയ ഒരു കുരങ്ങൻ സിംഹത്തിൻ്റെ പിറകെ ഓടി. സിംഹവുമായി ചെങ്ങാത്തത്തിലായാൽ ജീവിതകാലം മുഴുവൻ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാകുമെന്ന് കുരങ്ങൻ കരുതി. അവൻ സിംഹത്തിൻ്റെ പിന്നാലെ ഓടി. കുരങ്ങൻ പോകുന്നത് കണ്ട് നായയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അതിനിടയിൽ നായ സിംഹത്തെ വിഡ്ഢിയാക്കിയതിൻ്റെ മുഴുവൻ കഥയും കുരങ്ങ് പറഞ്ഞു കേൾപ്പിച്ചു. സിംഹം ഉറക്കെ അലറി, എൻ്റെ കൂടെ വരൂ, ഞാൻ അവനെ ഇല്ലാതാക്കട്ടെ. സിംഹം കുരങ്ങിനെ തൻ്റെ പുറകിലിരുത്തിക്കൊണ്ട് നായയുടെ അടുത്തേക്ക് നടന്നു. സിംഹം വരുന്നത് കണ്ട് നായ ഒരിക്കൽ കൂടി പേടിച്ചു. എന്നാൽ പിന്നീട് ധൈര്യം സംഭരിച്ച് നായ തിരിഞ്ഞിരുന്ന് ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. ഒരു കുരങ്ങനെ അയച്ചിട്ട് കുറേ നേരമായല്ലോ, ഇതെവിടെ പോയി? ഒരു സിംഹത്തെ കൊടുക്കാൻ ഇതുവരെ അതിന് കഴിഞ്ഞില്ലേ? ഇത് കേട്ട് പേടിച്ച സിംഹം കുരങ്ങനെ തട്ടി തറയിലിട്ടിട്ട് തിരിച്ചോടി. ഇതൊരു കഥ. ഇനി കഥയിലെ പാഠത്തിലേക്ക് നമുക്ക് വരാം. ഏത് പ്രയാസകരമായ സമയങ്ങളിലും നാം പരിഭ്രാന്തരാകാതെ ധൈര്യത്തോടെ പ്രവർത്തിക്കണം എന്നാണ് ഈ കഥ നമ്മോട് പറയുന്നത്.